എറണാകുളം ജില്ലയിലെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം ആണ് കളമശ്ശേരി. ഈ കളമശ്ശേരിയിൽ ഇത്തവണ ആരാകും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വേരോട്ടം ഉള്ള തട്ടകം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാവുന്ന മണ്ഡലം ആയിരുന്നു കളമശ്ശേരി എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ പിന്നീട് പോരാട്ട ചിത്രമൊക്കെ മാറുന്ന പശ്ചാത്തലം കൂടിയാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴിതാ കളമശ്ശേരിയിൽ ആരാകും ലീഗ് സ്ഥാനാർത്ഥി എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ രണ്ട് പേരുകൾ ആണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. അതിലൊന്ന് അഡ്വക്കേറ്റ് അബ്ദുൾ ഗഫൂറിൻ്റെതാണ്, മറ്റൊന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുടേതാണ്. ഇങ്ങനെ രണ്ട് പേരുകൾ ഉയർന്നു കേൾക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥികളിൽ ആര് അന്തിമ പട്ടികയിലേക്ക് ഇടം പിടിക്കും എന്നത് സംബന്ധിച്ച ചർച്ചകൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥിയെ കൃത്യമായി നിശ്ചയിക്കാൻ കഴിയാത്ത സാഹചര്യം ആണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ ഉള്ളത് എന്നതാണ് വിവരങ്ങൾ. അതായത് നേതാക്കൾക്കിടയിൽ തന്നെ ഈ രണ്ട് പേരുകളിൽ ആരെ അന്തിമമായി തെരഞ്ഞെടുക്കണം ഇത് സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യം ആണ് ഇപ്പോൾ ഉയരുന്നത്. അതേസമയം മറുഭാഗത്താകട്ടെ ഇത്തവണയും സ്ഥാനാർത്ഥി നിർണയത്തിൽ കാര്യമായ തർക്കങ്ങൾ ഒന്നും തന്നെയില്ല. LDFിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ വരാൻ പോകുന്നത് പി രാജീവ് തന്നെയാണ്. നിലവിൽ അദ്ദേഹം മന്ത്രിയായി പ്രവർത്തിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പി രാജീവിന് അപ്പുറത്തേക്ക് മറ്റൊരു പേരും ഇപ്പോൾ പരിഗണനയിൽ ഇല്ല എന്നതാണ്. NDA കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 11,000-ലധികം വോട്ടുകൾ ആണ് NDAക്ക് നേടാൻ സാധിച്ചത്. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലം കൂടിയാണ്. ഇത്തവണയും BDJSന്റെ തന്നെ സ്ഥാനാർത്ഥിയായിരിക്കും NDAക്ക് വേണ്ടി കളത്തിൽ ഇറങ്ങുക എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തു തന്നെയാണ് എങ്കിലും നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് കളമശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെക്കുറിച്ചാണ്. അവിടെ ലീഗിന് എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകാൻ സാധിക്കാത്തത്? ഡാനി ഇപ്പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, രണ്ട് പേരുകളാണ് ഇപ്പോൾ സജീവ പരിഗണനയിൽ ഉള്ളത്. ഇതിൽ ആർക്ക് നറുക്ക് വീഴും എന്നതാണല്ലോ അറിയേണ്ടത്. എങ്ങനെയാണ് അവിടുത്തെ സാധ്യതകൾ? ഈ രണ്ടു പേരും ഒരുപോലെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോൾ ഇഞ്ചോടിഞ്ച്, അവർക്കിടയിൽ തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണോ അവസ്ഥ? അഭിലാഷ്, കൃത്യമായും അവർക്കിടയിൽ ഒരു ശക്തമായ മത്സരം നടക്കുന്നു എന്നതാണ്. കാരണം ഇതിൽ ആര് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ആര് വരുന്നു എന്നതാണ് അവർക്കിടയിൽ ഒരു മത്സരമായിട്ട് പറയുന്നത്. ഇതിൽ രണ്ടുപേരും തങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം തന്നെ മണ്ഡലത്തിലും നേതാക്കന്മാർക്കിടയിലും ആദ്യവട്ട ഒരു ക്യാമ്പയിൻ ഭാഗമായിട്ടെല്ലാം തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ അബ്ദുൾ ഗഫൂർ ആകട്ടെ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. എങ്കിലും ഇക്കുറി വരുമ്പോഴേക്കും അദ്ദേഹം കുറച്ചുകൂടി ഒരു വൈകാരിക തലത്തിലേക്കെല്ലാം തന്നെ തൻ്റെ ഒരു ക്യാമ്പയിനെ സമീപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്തിരുന്നു, അതോടൊപ്പം തന്നെ മന്ത്രിയായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇടയ്ക്കാണ് അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹം ത്തിൻ്റേതായ ഒരു വഴിയിലേക്ക് മകൻ എത്തുന്നു എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ തവണ ക്യാമ്പയിനെല്ലാം തന്നെ നടത്തിക്കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നടക്കുന്നത് മണ്ഡലത്തിൽ അദ്ദേഹം VD സതീശൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രചരണാർത്ഥം എന്ന രീതിയിൽ തന്നെ അതിൻ്റെ പ്രചരണാർത്ഥത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വരുന്നു എന്നതാണ് ഇപ്പോൾ ഗഫൂറിൻ്റെ ഒരു ക്യാമ്പയിനായിട്ട് നടക്കുന്നത്. അദ്ദേഹം മണ്ഡലത്തിലുടനീളം ഒരു കാൽനട യാത്ര പോലെ അല്ലെങ്കിൽ വാഹന പ്രചരണ യാത്ര പോലെ എല്ലാം തന്നെ മണ്ഡലത്തിൽ സജീവമാകുന്നുണ്ട്. ഒരു ക്യാമ്പയിൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്കെല്ലാം തന്നെ അത് മാറുന്നുണ്ട്. ഒപ്പം തന്നെയും മുഹമ്മദ് ഷായായിട്ട് അദ്ദേഹത്തിന് UDF നേതാക്കളുമായും കോൺഗ്രസിൻ്റെ നേതാക്കളുമായും ഒപ്പം തന്നെ ലീഗ് നേതൃത്വവുമായി എല്ലാം തന്നെ വളരെ അടുപ്പവും കാഴ്ചപ്പാടുമെല്ലാം ഉള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം. തനിക്ക് പറ്റുന്ന രീതിയിൽ തന്നെയും ഈ മണ്ഡലത്തിലേക്ക് തൻ്റെ ഒരു സ്വാധീനം വളരെ വലുതാണ് എന്നതെല്ലാം തന്നെയും ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കുറേ ആളുകളായിട്ട് തന്നെ ലീഗിൻ്റെ ഒരു വക്താവായിട്ട് അദ്ദേഹം ചർച്ചകളിലും കാര്യങ്ങളിലും എല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കുറിയെങ്കിലും മത്സര രംഗത്തേക്ക് വരണം, ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കെല്ലാം തന്നെ വരണമെന്നത് പലരും തന്നെ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഒരു സുരക്ഷിതമായ ഒരു മണ്ഡലത്തിലേക്ക് മാറണമോ അതോ എറണാകുളം ജില്ലയിൽ തന്നെ കളമശ്ശേരിയിലടക്കം ഒരു പരീക്ഷണത്തിന് നിൽക്കണമോ എന്നതാണ് ചോദ്യമായിട്ട് വരുന്നത്. പ്രധാനമായും ഉയർത്തി കാണിക്കപ്പെടുന്നത് കഴിഞ്ഞ തവണ അബ്ദുൾ ഗഫൂറിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിലേക്ക് പി രാജീവിനെ വെല്ലുവിളി ഉയർത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം എന്നത് പൊതു ആവശ്യമായിട്ട് തന്നെ UDFിൽ തന്നെ ഉയർന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വെച്ച ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് മണ്ഡലം വെച്ചുമാറാനുള്ള ഒരു
നിർദ്ദേശമാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നത്. അങ്ങനെയെങ്കിൽ കളമശ്ശേരി മണ്ഡലം കൊച്ചിയുമായിട്ട് മാറുന്ന ഒരു സാധ്യതകളെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കളമശ്ശേരിയിൽ നിർത്താൻ ഉദ്ദേശിക്കുന്ന DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ തന്നെയായിരുന്നു. നേർക്കുനേർ ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന രീതിയിൽ കോൺഗ്രസ് മണ്ഡലം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ ഒരു ക്യാമ്പയിനുമായി വന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് വെല്ലുവിളി ഉയർത്തുക, രാജീവിനെ നേർക്കുനേർ നേരിട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തുക എന്നതെല്ലാമായിരുന്നു കോൺഗ്രസ് വിഭാവനം ചെയ്തിരുന്നത്. പക്ഷേ മണ്ഡലം വിട്ടുകൊടുക്കാൻ ഒരിഞ്ച് പോലും ലീഗ് തയ്യാറായിരുന്നില്ല എന്നതാണ്. ലീഗിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം തന്നെ പരാജയപ്പെടുകയും ചെയ്തു. ലീഗ് മത്സരിക്കുന്നെങ്കിൽ അത് CPM-നോ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കോ യാതൊരു രീതിയിലുള്ള ഭീഷണിയും ആവില്ല എന്നതെല്ലാം തന്നെയാണ് പൊതുവിലായിട്ടുള്ളൊരു വിലയിരുത്തലെല്ലാം തന്നെ വരുന്നത്. ആ ഘട്ടത്തിലായിരുന്നു കോൺഗ്രസ് ചർച്ചകളിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ലീഗ് വിട്ടുകൊടുക്കാത്ത സ്ഥിതിക്ക് ഇനിയൊരു നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. അപ്പോൾ അബ്ദുൽ ഗഫൂറിൻ്റെ പേര് ഉയർന്നു വരുമ്പോൾ കഴിഞ്ഞ തവണ വലിയ രീതിയിൽ പരാജയപ്പെട്ട ഒരാൾ എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒപ്പം തന്നെയും ഒരു നല്ല സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പുതിയ ഒരാൾ കടന്നു വരിക എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഹമ്മദ് ഷായെ ഉയർത്തി കാണിക്കുന്നു. അദ്ദേഹം ഒരു വ്യക്തിത്വമുള്ള ഒരു പേരാണ് അദ്ദേഹത്തിൻ്റേത്. നീണ്ട ആളുകളായ അഭിഭാഷകനാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മത്സരിപ്പിച്ചാൽ രാജീവിന് ഒരു ബദലാമ്. കാരണം P. രാജീവ് തന്നെയായിരിക്കും ഇക്കുറി മണ്ഡലത്തിൽ നിന്ന് ഇടതുമുന്നണിയെ പ്രതിദാനം ചെയ്യുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊരു മത്സരം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് മുഹമ്മദ് ഷായ്ക്ക് കഴിയുമെന്നതാണ് ലീഗിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഗഫൂറിന് വേണ്ടിയുമുള്ള ഒരു ക്യാമ്പയിനും നടത്തും. ഗഫൂർ പരസ്യമായി ഈ രീതിയിൽ VD സതീശൻ്റെ യാത്രയുടെ പ്രചരണാർത്ഥം എന്ന രീതിയിൽ തന്നെ അദ്ദേഹം സ്വന്തമായ രീതിയിൽ തന്നെ ക്യാമ്പയിനിലേക്കെല്ലാം തന്നെ മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഒപ്പം മണ്ഡലത്തിലെ ഒരു പൊതുചിത്രത്തിലേക്ക് വരുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനടക്കം ഒരു ധാരാളം വോട്ട് ഷെയറുള്ളൊരു മണ്ഡലം കൂടിയാണത്. അതുകൊണ്ട് അവിടെ കാര്യങ്ങൾ ആ രീതിയിൽ കൈകാര്യം ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമാകുമെന്നത് UDF-നകത്ത് ഒരു ചിന്തയുണ്ട്. എന്തായാലും അവിടെ കഴിഞ്ഞ തവണ NDA സ്ഥാനാർത്ഥിത്വം പരിഗണിച്ചപ്പോൾ BDJS-നായിരുന്നു അവസരം നൽകിയിരുന്നത്. പക്ഷേ ഒരു സാധാരണഗതിയിൽ NDA നേടുന്ന വോട്ട് പോലും നേടാൻ BDJS-ന് ആ മണ്ഡലത്തിൽ കഴിഞ്ഞില്ല എന്നതാണ്. വലിയ രീതിയിൽ പ്രചാരണത്തിലടക്കം പാളിപ്പോകുന്ന രീതിയിലെല്ലാം തന്നെയായിരുന്നു പ്രചാരണ പരിപാടികളെല്ലാം തന്നെ നടക്കുകയും അത് വലിയ വോട്ടാക്കി മാറ്റാൻ ഒന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. മൊത്തം സംവിധാനത്തിലടക്കം പാളിച്ചകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആ കുറവ് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവരും ആഗ്രഹിക്കുന്നു. ഇത്തവണയും BDJS തന്നെയാണ് ഒരു പരിഗണനാ സ്ഥാനത്ത് അവിടെയുള്ളത്. ആ ഇഴവ സമുദായത്തിനടക്കം ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. ഏതായാലും അതിശക്തമായ ഒരു മത്സരം അവിടെ ഉണ്ടാകുമെന്നൊരു പ്രതീതിയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. കാരണം P. രാജീവിനെ നേരിടാൻ കോൺഗ്രസ് നേരിട്ട് രംഗത്തേക്ക് വരുമോ, DCC അധ്യക്ഷൻ തന്നെ ആണെങ്കിൽ അത് ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഉറ്റുനോക്കുന്ന ശക്തമായൊരു മത്സരമായിട്ട് തന്നെ അത് മാറുന്നു. പക്ഷേ ലീഗ് അവരുടെ മണ്ഡലം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇനി അത് ഉള്ളത് ഇപ്പോൾ ഇവർ തമ്മിലുള്ള മത്സരങ്ങൾക്കിടയിൽ നിന്ന് ആര് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരും എന്ന കാര്യമാണ്. അത് ഒരുപക്ഷെ ഈ വരും ദിവസങ്ങളിൽ തന്നെ അത്തരമൊരു വ്യക്തമായ സൂചനകളിലേക്ക് വരും. രണ്ടുപേരും തങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ക്യാമ്പയിനുമായിട്ട് ഇതെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ടുപേരുടെയും പേരുകൾ പൊതുവിൽ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. UDF ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കളമശ്ശേരി തുടക്കം മുതൽ അതായത് UDF-ന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ചില വെച്ചുമാറ്റങ്ങൾ, അതായത് കോൺഗ്രസുമായി സീറ്റ് മാറുക എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഒരു ഘട്ടത്തിൽ വന്നതാണ്. പക്ഷേ അത് പിന്നീട് ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞ അധ്യായമായി മാറുന്നു. ഇത്തവണ ഏത് തരത്തിലാണ് ഈ ലീഗ് വെച്ചുമാറാനില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രതീക്ഷയും പുലർത്തുന്നത്? അഭിലാഷ, ലീഗ് അവിടെ കഴിഞ്ഞ തവണ വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. അതിൽ അവർ പറയുന്നത് അന്ന് ഉയർന്നു വന്ന പല വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അതൊരു വലിയ പരിധിവരെ കാരണമായിട്ടുണ്ട് എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഇക്കുറി ആ രീതിയിൽ നിന്നെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന ഒരു സ്വയം വിലയിരുത്തലാണ് ലീഗിനുള്ളത്. അത് മാത്രമേയുള്ളൂ. കാരണം മണ്ഡലം വലിയ രീതിയിൽ അതിൻ്റെ ഒരു സ്വഭാവമോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല. മണ്ഡലത്തിലാകട്ടെ P. രാജീവ് അതിൽ മണ്ഡലം നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് ഉള്ളത്. എല്ലാ പൊതുപരിപാടികളും എല്ലാത്തിലും തന്നെ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിരവധിയായ വികസന പദ്ധതികളടക്കം ചൂണ്ടിക്കാണിക്കുക ആ രീതിയിലെല്ലാം തന്നെ അദ്ദേഹം അടയാളപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ ശക്തമായൊരു മത്സരം അവിടെ നടത്തണമെങ്കിൽ അത് ലീഗിന് കഴിയുമോ എന്ന
ഒരു ചോദ്യം നിരീക്ഷകർ പൊതുവെ അതിൽ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു അനുകൂല സാഹചര്യമൊന്നും ലീഗിന് ആ മണ്ഡലത്തിൽ ഉണ്ടോ എന്ന് ആരും തന്നെയും പറയുന്നില്ല. കാരണം ലീഗ് ഒരു മികച്ച സ്ഥാനാർത്ഥി അത് വളരെ നേരത്തെ ആ രീതിയിലേക്ക് വർക്ക് തുടങ്ങി കൊണ്ടുവന്നാൽ പോലും നേരത്തെ നേടിയ ആ ഒരു മെജോറിറ്റി അതിനെ മറികടന്നുകൊണ്ട് ലീഗിന് പോകാൻ കഴിയുമോ എന്ന കാര്യമെല്ലാം തന്നെ പൊതുവിൽ സംശയിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെയൊരു വിലയിരുത്തൽ UDF-നകത്ത് തന്നെ ഉണ്ടായിരുന്നു, കോൺഗ്രസിന് പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ കോൺഗ്രസിന് നല്ല വേരോട്ടമുള്ള ഒരു മണ്ഡലമെല്ലാം തന്നെയാണ് കളമശ്ശേരി എന്നെല്ലാം തന്നെ പറയുമ്പോൾ, അപ്പോൾ എന്തുകൊണ്ട് ആ മണ്ഡലം നേരിട്ട് കോൺഗ്രസ് മത്സരിച്ചുകൂടാ എന്നത് കോൺഗ്രസിനകത്തെ ഒരു പൊതുവികാരമാണ്. കോൺഗ്രസ് ഒറ്റക്കെട്ടായി മത്സരിക്കാൻ ഇറങ്ങുന്ന അതേ ഒരു ആർജവും സൃഷ്ടിക്കുന്ന ഒരു ആവേശവും എല്ലാം തന്നെ ലീഗ് കഴിഞ്ഞ തവണ എല്ലാം തന്നെ മത്സരിച്ചപ്പോൾ ഉണ്ടായോ എന്നത് അത് സംശയകരം തന്നെയാണ്. VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മണ്ഡലത്തിലൊരു വ്യക്തമായ മേധാവിത്വം ഉണ്ടായിരുന്നു, അത് നമ്മൾ മറന്നുകൂടാ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇടപെടലും സൗഹൃദങ്ങളും എല്ലാം തന്നെ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ മണ്ഡലം കൈകാര്യം ചെയ്തിരുന്നു, അതെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ പിന്നീട് ഈ വിവാദങ്ങളിലേക്കെല്ലാം തന്നെ പെടുമ്പോൾ ആ ഒരു മണ്ഡലത്തിൻ്റെ ചിത്രം തന്നെ മാറുന്നു. അതുമാത്രവുമല്ല, P. രാജീവ് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി അടക്കം ഉണ്ടായിരുന്നൊരു ആളാണ്, മണ്ഡലത്തെ നന്നായി അറിയുന്ന ഒരാളാണ്, കളമശ്ശേരി നിവാസിയാണ്. അദ്ദേഹം വന്നപ്പോഴേക്കും ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് CPM-ൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മുഴുവനായും മിഷണറിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ മികച്ച പ്രചരണം നടത്തിയാണ് ആ മണ്ഡലം പിടിച്ചെടുത്തത്. അതേ രീതിയിൽ തന്നെ പിടിച്ചെടുക്കാൻ വലിയ രീതിയിൽ വിയർപ്പൊഴുക്കേണ്ടി ലീഗിന് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും അവിടെ നമുക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാ മിഷണറി സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു കേഡർ പാർട്ടി സംവിധാനത്തിൽ നിന്നുകൊണ്ട് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു കഴിഞ്ഞ തവണ കളമശ്ശേരിയിൽ P. രാജീവിൻ്റെ വിജയം സാധ്യമായത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഡേറ്റ പരിശോധിക്കുമ്പോൾ ഇപ്രകാരമാണ്. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ P. രാജീവ് വിജയിച്ച് കയറുമ്പോൾ അവിടെ LDF-ന് നേടാൻ സാധിച്ചത് 77,141 വോട്ടുകൾ ആയിരുന്നു എന്നതാണ്. അവിടെ ഗഫൂർ നേരത്തെ ഡാനി സൂചിപ്പിച്ചു കഴിഞ്ഞു, 61,805 വോട്ടുകൾ നേടിയാണ് പരാജയപ്പെട്ടത് എന്നുള്ളതാണ്. PS ജയരാജൻ ആയിരുന്നു BDJS-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. കേവലം 11,179 വോട്ടുകൾ മാത്രമാണ് അവിടെ BDJS-ന് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ NDA-ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. ഇതാ നോക്കൂ, LDF-ന്റെ ലീഡ് എന്നത് 15,000-ന് മുകളിൽ ആണ് എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത്. 15,336 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് P. രാജീവ് വിജയിച്ച് കയറുകയും അങ്ങനെ വ്യവസായ മന്ത്രിയായി മാറുകയും ചെയ്തത്. കളമശ്ശേരിയുടെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം. എറണാകുളം എന്ന നഗരഹൃദയത്തിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുന്ന പ്രദേശം കൂടിയാണ് കളമശ്ശേരി. അവിടെ വ്യാവസായിക മേഖലകൾ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് എന്നതും അറിയാം. എന്നാൽ കൃത്യമായൊരു നഗര സ്വഭാവമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അതേ എന്നും കളമശ്ശേരിക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ഒരു മണ്ഡലം P. രാജീവ് പിടിച്ചെടുക്കുമ്പോൾ 15,000-ലധികം വരുന്ന ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. ഇനി ഇതാ നമ്മൾ കളമശ്ശേരിയെ താരതമ്യം ചെയ്യേണ്ടി വരുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള ഡേറ്റയാണ്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകട്ടെ UDF-ന് അപ്രമാദിത്വം ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. 72,000-ഓളം വോട്ടുകൾ പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് നേടാൻ സാധിച്ചിരിക്കുന്നു. LDF-ൻ്റേതാകട്ടെ 58,000 എന്ന നിലയിലേക്ക് താഴെ പോകുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. അവിടെ NDA ഏതാണ്ട് വോട്ട് ഇരട്ടിയാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. 20,000-ന് മുകളിലേക്ക് വോട്ട് എത്തുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്നത് UDF-ന് അനുകൂലമാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നുവെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ആ ഭൂരിപക്ഷം നഷ്ടമാകുന്നു എന്നു മാത്രവുമല്ല, മറുചേരിയിലെ വോട്ട് 14,000-ലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രതീക്ഷകൾ ഒരു പരിധിവരെ UDF-ന് പുലർത്താൻ സാധിക്കുന്നത്. ഡാനി, നമുക്കറിയാമല്ലോ ഇപ്പോൾ എറണാകുളത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ അനുകൂലമാകുന്ന ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട് UDF-ന് എന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ കൃത്യമായി പിടിക്കാൻ സാധിച്ചു. വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ ഭരണത്തിൽ ഇരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലും എറണാകുളം ജില്ലയിൽ UDF-ന്റെ ഒരു മേൽക്കൈ ആണ് നമുക്ക് കാണാൻ സാധിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇതുപോലെയൊന്നും പ്രതിഫലിക്കണമെന്നില്ല എങ്കിൽ പോലും ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി UDF-ന് തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. UDF-ന്റെ സ്ഥിരം വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടില്ല. ഒപ്പം നിരവധിയായ വിഷയങ്ങൾ അതിലിപ്പോൾ ഇപ്പോഴും കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ശബരിമല പോലെയുള്ള വിഷയങ്ങളുണ്ട്.
മറ്റ് വികസന വിഷയങ്ങളുണ്ട്. അങ്ങനെയെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ പോലും അത് UDF അനുകൂലമാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായേക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുകൂടി കണക്കാക്കുകയാണോ കളമശ്ശേരിയിലെ UDF? UDFിൻ്റെ ഒരു ആത്മവിശ്വാസം ആ രീതിയിൽ തന്നെയുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് തന്നെ അറിയാം അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന ആ വ്യക്തി അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിനപ്പുറം ചിലയിടങ്ങളിലെങ്കിലും അല്ലെങ്കിൽ പലയിടങ്ങളിലെങ്കിലും ഈ വ്യക്തികളുടെ ഒരു അടുപ്പവും അവരുടെ ഒരു ഇടപെടലും എല്ലാം തന്നെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വോട്ടെടുപ്പിലേക്കെല്ലാം തന്നെ പലപ്പോഴും കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ ആ കണക്കിലേക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നവർക്കറിയാം. എങ്കിലും ഇങ്ങനെ ഒരു വോട്ടിൻ്റെ ഒരു ചോർച്ച ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊരു പരിധിവരെയും ആശ്വാസമാണ്. മറ്റൊന്ന് ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു വോട്ട് ഷെയറുകൾ അത് കൃത്യമായിട്ട് വാങ്ങാനായിട്ട് സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസവും എല്ലാം തന്നെയാണ്. പക്ഷേ നമ്മൾക്കൊരിക്കലും തന്നെയും ഈ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാനായിട്ടൊന്നും നമുക്ക് സാധിക്കുകയില്ല. അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയാണ്, മികച്ച സംഘാടകനാണ്, വളരെ നന്നായി കൃത്യമായ രാഷ്ട്രീയ ആസൂത്രണം എല്ലാം തന്നെയാണ് പി രാജീവ് എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് അടുത്ത ടൈമിലേക്കും അവിടെ നിന്ന് മത്സരിക്കുക എന്നതെല്ലാം തന്നെ ഏതാണ്ട് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിബന്ധങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാലം അപ്പുറം അതിനെല്ലാം തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്കെടുപ്പിൻ്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു കണക്കെടുപ്പിൻ്റെ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കളമശ്ശേരി മണ്ഡലത്തെ ഒരു പരിധിവരെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ആ മണ്ഡലത്തിൽ സ്ഥായിയായ ചില മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നു എന്നത് തന്നെയാണ്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ച് കൊണ്ടല്ല, അല്ലാതെയും തന്നെയും കൂടുതൽ വ്യക്തിയാധിഷ്ഠിതങ്ങളിലേക്കെല്ലാം തന്നെ പലപ്പോഴും തിരിയുന്നുണ്ട്. ഏതായാലും അത്തരം സാധ്യതകൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ ആ മണ്ഡലത്തെ വിലയിരുത്താനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആദ്യമുണ്ടായിരുന്ന കാലത്ത് നിന്ന് VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ സമയത്ത് നിന്ന് പിന്നീട് ഈ മണ്ഡലം മാറ്റപ്പെടുമ്പോഴുണ്ടാവുന്നതും ആ ഒരു കണക്ക് തന്നെയാണ് പിന്നീട് മാറ്റപ്പെടുമ്പോൾ. എന്തുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിന് അദ്ദേഹത്തിൻ്റെ ഒരു മേൽക്കോയ്മ തുടർച്ചയായി നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ അത് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിബന്ധങ്ങളും കാര്യങ്ങളും തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് പിന്നീട് അതിന് വലിയ രീതിയിലേക്ക് സ്വാധീനം ചെയ്യാൻ കഴിയാതെ പോയി എന്നതും UDF തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഏതായാലും ഇക്കുറി അതെല്ലാം മാറ്റുരച്ച് നോക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കളമശ്ശേരിയിൽ വളരെ ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. ഒട്ടും അമിത വിശ്വാസമല്ല UDFിനുള്ളത്. എങ്കിലും തങ്ങൾക്ക് പരിശ്രമിച്ചാൽ കീഴടക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴും UDF കരുതുന്നത്, ലീഗും കരുതുന്നതും അത് തന്നെയാണ്. ഏതായാലും ഇക്കുറി പരീക്ഷണത്തിന് ഇല്ല, കോൺഗ്രസിനെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാനില്ല എന്നൊരു നിലപാട് അവർ എടുത്തതോടുകൂടി തന്നെ ഈ മണ്ഡലത്തിൽ ഒരു വലിയ പോരാട്ടം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് അത് ഇല്ലാതാകുന്നു എന്നത് തന്നെയാണ് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഏതായാലും ലീഗിന് സ്ഥാനാർത്ഥി ആരെ നിശ്ചയിച്ചാലും ലീഗിന് വലിയ രീതിയിൽ തന്നെ മികച്ച രീതിയിൽ പണിയെടുത്തു മാത്രമേ ആ മണ്ഡലത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അഭിലാഷ്, തീർച്ചയായും എറണാകുളം ജില്ല പൊതുവെ UDF പ്രതീക്ഷ അർപ്പിക്കുന്ന ജില്ലയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ ചിത്രമൊക്കെ മാറിമറിയുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഇടതുപക്ഷം ഭരണ തുടർച്ചയിലേക്ക് എത്തിയപ്പോൾ മധ്യ കേരളത്തിലെ പല ജില്ലകളും പ്രത്യേകിച്ച് UDFിനെ കൈവിട്ട ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അത് നമ്മൾ തൃശ്ശൂരിലടക്കം കണ്ടതാണ്. ഇത്തവണ അങ്ങനെയല്ല. UDFിനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ കേരളയിൽ, മധ്യ കേരളത്തിൽ വലിയ പ്രതീക്ഷയാണ് അവർ പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിലെ ഓരോ മണ്ഡലങ്ങളിലും വിജയിച്ച് കയറുക എന്നത് ലക്ഷ്യമാണ്. 100 സീറ്റിലധികം എന്ന ഒരു കണക്കുകൂട്ടലിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കളമശ്ശേരിയിലും വിജയിച്ച് കയറുവാനുള്ള തന്ത്രങ്ങൾ ആണ് ഇപ്പോൾ UDF മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ കൃത്യമായും ലീഗിൻ്റെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും മത്സരരംഗത്തുണ്ടാവുക. അവിടേക്ക് ആര് വരും എന്ന സാധ്യതയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.